കരിഞ്ഞ പിന്നെയും കരിഞ്ഞ നോട്ടെ അടി ഇവരെന്താ കരിഞ്ഞ കുക്കല്ലോ ഇതെന്ത് പുണ്ണി ആക്കുന്നടാ കുക്കാമ കരിയും നല്ലതാവും അങ്ങനെ അങ്ങനല്ല കുക്കിന്റെ ഒരു ഇത് കുക്കിന്റെ എന്നെ പറഞ്ഞപ്പോ താങ്ങിയല്ലേ ഇത് ആഹാ ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാന്ന് അല്ല നീ അവിടെ ഞാൻ പഠിപ്പിച്ചോളൂ എങ്ങനെയാണ് കൊറേ കാലം പൊറോട്ട അടിക്കാറുണ്ട് പഠിപ്പിക്കുന്നേ ഇത് മറ്റേ ബാഹുബലിക്കകത്ത് അമ്പയ്യാൻ പഠിപ്പിച്ചത് ഇതിപ്പോ പീഡനം. ഗൈസ് ഇതിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്തൊക്കെയോ ആക്കി കൂട്ടുന്നുണ്ട്. ദൈവത്തിനറിയാം ഇതിന്റെ ഉദ്ദേശം എത്രയാണെന്നുള്ളത്. നാട്ടുകാരുടെ തെറി മൊത്തം എനിക്ക്. പൂരി ഉണ്ടാക്കിയത് അവനും പൊടി പറ്റിയത് എനിക്ക്. അതല്ലേ പറഞ്ഞത് നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെയും എടാ എന്തോ ഒന്ന് വെക്കാൻ പറഞ്ഞോണ്ട് പിള്ളേര്. ഇവിടെ മഴവില്ലൊക്കെ വന്നിട്ടുണ്ട്. നീ എന്താ അവിടെയൊക്കെ പോരെ? അല്ല ഞാൻ ചെയ്യുവാ ഓൻ ചെയ്യാത്ത പണിയില്ലെന്ന് പണ്ട് കൊറേ ചെയ്ത വെച്ചാലോ. ഇവിടെ PSY പാട്ട് ഏതാടാ? സൈപ്പാട്ട് അത് വെക്ക്. നല്ല ആയിരിക്കും. ഇതിന് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാ സിറ്റുവേഷനായിട്ട് ഒരു ബാച്ചില്ലാത്ത പാട്ടൊക്കെ പറയുന്നത്. അവനാ എന്തൊക്കെ ഉണ്ടാവും. നീ തീ ഒന്ന് കുറച്ച് വെച്ചാലോ. ഞാൻ കത്തിക്കോ നീ വീട്. എന്തൊരു ചക്കരാണ് ദൈവമേ. അത് ചട്ടിയാണല്ലോ കേൾക്കണത്. സത്യമായിട്ട് പറയാൻ ചട്ടിയാണത്. പൂരിയല്ല. എന്റെ കൈ വയ്യാത്ത നോക്ക്. ഇതെന്റെ കൈ വയ്യാണ്ട് ഞാൻ ചെയ്തത്. അപ്പൊ ഇങ്ങനെയല്ലേ വരുക. ഓക്കെ ആണ്. അത്യാവശ്യമായിട്ട് തിന്നാൻ പറ്റും. ആക്കിയോ തിന്നാലും പറ്റും. അല്ലെങ്കിൽ തിന്നാൻ പറ്റും. കാര്യം പറയാം. ഗൈസ് മഴവില്ലിടണ്ട. അവൻ അവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കുക. ദൈവമേ പിന്നെ എനിക്കിതൊന്നും കാണാതെ എനിക്ക് വെക്കാൻ പറ്റില്ല. ഡാർക്ക് ബ്രൗൺ അത് നീ എടുക്കണം. എടാ ഞാൻ മോനുണ്ടാക്കിയ സൂപ്പർ ആയിരിക്കും. അതിനകത്ത് ഇപ്പൊ ആരും ഒന്നും പറയണ്ട കേട്ടല്ലോ. ഇനി മാക്ക് ഒരു പൂരി ഉണ്ടാക്കി. മാക്ക് ഒരു പൂരി ഉണ്ടാക്കി. മാക്കിന്റെ പൂരി ആയിരിക്കും വേണം. മധുപതി വെക്ക്. മധുപതിയാ എൽ മമ്മു കഫൻ നീ വിഴുങ്ങരുത്, തുപ്പിക്കളണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ത് മറന്നുപോയെന്ന്? പോലീസ് കേസ് പീഡൻ. ഞാൻ രോഗിയാണ്, എന്നെ പിടിക്കൂല. രോഗികൾക്ക് എന്തുവേണം ചെയ്യാം. എക്സ്ക്യൂസ് ഉണ്ട്. അവിടെ ഈ പുക എനക്ക് നല്ല സീനാവുന്നുണ്ടേ. പുക നല്ല സീനാവുന്നുണ്ടേ. പെട്ടെന്ന് ആയിക്കോ. ചെസ്റ്റിൽ എന്തോ പിടിക്കുന്ന ഈ ഡോർ തുറന്നു വെച്ചിട്ടേ
ജസ്റ്റ് തുറന്നിട്ട് ഫുൾ തുറന്നോക്ക്. എല്ലാം കുഴപ്പമില്ല. ബാക്കിൽ ഡോറും തുറക്കണം. ഫുൾ തുറന്നു. കാറ്റ് അങ്ങോട്ട് പോണ്ടേ, ട്രാവൽ ആവണ്ടേ അവിടെ. ആ ബാക്കിലോട്ട് തുറന്നു. ഓരോ ഐക്യവും അവിടെ ബ്രേക്കപ്പ് സോങ് ഇതൊന്നും പറയല്ല. നീ ബായ് കൂട്ടിയെ കഴിഞ്ഞ കാര്യം കഴിഞ്ഞതായിട്ട് നമ്മൾ മറക്കാനും ഓടാനും പഠിക്കണം. അല്ലാണ്ട് വല്ല കുറെ ആൾക്കാരുടെ വിചാരമുണ്ട് നമ്മളെന്തോ ബ്രേക്കപ്പായ അങ്ങ് ആയി ഉള്ളു ഡൗൺ ആയി അങ്ങ് ചാകാൻ കടന്ന് പോയാടാ. നമുക്ക് ഇല്ല സീനില്ല പിന്നെ ചൂടെടുക്കാൻ തുടങ്ങും. പൂരി അച്ചായെന്നാ പൂരി അച്ചായ പൂരി ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഉണ്ടാക്കും പൂരി ഉണ്ടാക്കും. അച്ചാൻ പൂരി ഉണ്ടാക്കും. മാക്കിന്റെ പൂരി അത് ലവ് ഷേപ്പ് അല്ല, അത് ലൈവ് ഷേപ്പ് അല്ല. അച്ചാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അതിനെ അച്ചാനുണ്ടാക്കി അച്ചാനുണ്ടാക്കും. ലവ് ഷേപ്പിലുള്ള പൂരി കാണും. ലവ് അല്ല, അത് മത്തങ്ങയാ. ഇല പോലെ ഉണ്ട്. അച്ചായന്റെ അണ്ടി ഇങ്ങനെ അച്ചായന്റെ അണ്ടി ഈ ഷേപ്പാണ്. ഇത് സത്യം പറയുന്നത് അച്ചായന്റെ അണ്ടി ഇങ്ങനെയാണോ? ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളന്ന് 1 വീക്ക് ട്രിപ്പ് പോയില്ല. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അച്ചായന്റെ അണ്ടി പോലെ ചപ്പിളിച്ചൊള്ളിക്ക് ഇങ്ങനെ. ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ കണ്ട് ആ റൂമിൽ കണ്ട അച്ചായ. അച്ചായൻ പോലീസിൽ എന്ത് പോസ്റ്റ് ആയിരുന്നു നോക്കുന്ന? എന്തോ SI ആയിരുന്നല്ലോ ലാസ്റ്റ്. 3 കൊല്ലം SI ആയിരുന്നു. 16 കൊല്ലം അല്ല എങ്ങനെയായിരുന്നു? 16 കൊല്ലത്തെ സർവീസ് ഉണ്ട്. 16 കൊല്ലം സർവീസ് ഉണ്ട്. ലാസ്റ്റത്തെ 3 കൊല്ലം SI ആയിരുന്നു. ചുമ്മാ തീട്ട കേസല്ല ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ആള് വേറെ അത്. നീ അത് ഊമ്പി കാണുന്ന ഏത് എന്ത് ഊമ്പി കാണാൻ? പൂരിയാ? പൂരി എന്തിനാണ് ഊമ്പുന്നത്? റെസ്പെക്ട് ഫുഡ് ബ്രോ. അതാ റെസ്പെക്ട് ചെയ്യാൻ. പിന്നെ നമ്മള് തിന്നാൻ പോയത്. പിന്നെ എന്ത് അതിന്റെ കൂടുതൽ എന്താ റെസ്പെക്ട് ഉള്ളത്? കാണിച്ചടാ, കാണിച്ചേ. അതെന്ത് സാധനം? റീസൺ ഫോർ ബ്രേക്കപ്പ്. സോറി ബ്രദർ, I can't say. Okay, I can't say. നമ്മളങ്ങനെ ഇരുന്ന് ഒരാളെ ട്രാഷ് ചെയ്യല്, അയാൾ നമ്മളെ ട്രാഷ് ചെയ്യല്, അതല്ല. നിങ്ങൾ സാധാരണ ഞാൻ കണ്ട റിലേഷൻഷിപ്പ് പോലെ അല്ല ഇത്. ഓക്കെ, അങ്ങനത്തെ ആ ട്രെൻഡ് നമുക്കില്ല. ഇത് നമുക്കുള്ളിലുള്ള നമ്മളുള്ളിൽ തന്നെ അലിഞ്ഞു തീരും, രണ്ടാളത്തെ ഉള്ളിൽ. ഓക്കെ, അതവിടെ തീർന്നു. ആ കേസ് അവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇതൊന്നും ഇനി വേണ്ട. ഓക്കെ, ഇന്ത്യ വൺ വേൾഡ് കപ്പ് അവിടെ ഞാൻ കളി കണ്ട് എന്ത് ആടെ ഈ ക്രിക്കറ്റിനൊന്നും ഇതില്ലേ അല്ല. ക്രിക്കറ്റിനൊരു അല്ല, അവിടെ ഹോസ്പിറ്റലിൽ ഇത് സ്ക്രീനിൽ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കും ഒരു ഇതുമില്ല. മീൻസ് ആ കാണുന്ന TV-യിൽ കാണുന്നവർക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേഡിയത്തിലുള്ളവർക്കും ഒരു ആവേശവും ഇല്ല അല്ലെ. അത്രയും വലിയൊരു മാച്ച്, അത്രയും അല്ലെ. 17 വർഷത്തിന് ശേഷം കപ്പടിച്ചിട്ട് ആർക്കും ഒരു ആവേശവും ഇല്ല. ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരെ കേറിപ്പോ. ഞാൻ കപ്പെടുക്കുന്നവരെ കണ്ടില്ല, അപ്പോഴേക്കും ചാനൽ മാറ്റിയത്. അതൊക്കെ കപ്പെടുക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം. നമ്മൾ കണ്ടില്ല കപ്പെടുക്കുന്നൊന്നും. നോർമൽ ഫ്രണ്ട്ലി മാച്ച് പോലെ ഇങ്ങനെ ഓക്കെ കൈയെല്ലാം കൊടുത്തിട്ടുണ്ട് കേറിപ്പോന്നു. ഇതെന്ത് ഞാൻ വെച്ചാൽ മാച്ച് മാറിപ്പോയാന്നാ ഞാൻ ആലോചിച്ചത്. എന്താ സംഭവം ഞാൻ ആലോചിക്കുന്നു ഇങ്ങനെ. തൊപ്പി എന്താ അണ്ടി വായിൽ കേറി? നാളെ മോനെ നിന്റെ എല്ലാം അന്ത്യ. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ. നാളെ ആവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നാളത്തേക്ക് ഇതൊന്ന് കുറയും. എൻ്റെ ബാക്കിയെല്ലാം കുറയും. എൻ്റെ ഇൻഫെക്ഷൻ എല്ലാം പോയി. ചെസ്റ്റ് ഇൻഫെക്ഷൻ കുറഞ്ഞ്, പനി കുറഞ്ഞ്, എല്ലാം കുറഞ്ഞു. എൻ്റെ ഈ ടോൺസിലൈറ്റീസ് ഉണ്ടല്ലോ ഇതൊന്ന് കുറഞ്ഞോട്ടെ. ഇപ്പം എനിക്ക് സൗണ്ട് എടുക്കാൻ പറ്റൂല.
ഒന്ന് കുറഞ്ഞോട്ടെ കാണിച്ചാ ഓക്കെ. നേഴ്സ് അല്ലത് പാറു ആസ്റ്റർ മെഡിസിറ്റിയിലെ പാറു വിളിക്കുന്ന എടുക്കാൻ പറ്റോ? ഹലോ, തൊപ്പിക്കൊന്നും പറ്റിയില്ല. തൊപ്പി ഓക്കെയാ. ആ നെബുലൈസർ ഉണ്ട്, കയ്യിലുണ്ട്. ഇപ്പൊ എടുക്കുന്നില്ല, ഞാൻ വെറുതെ ഒരു ഷോക്ക് തൂക്കി വെച്ചാണ്. ഇപ്പൊ എടുത്തോണ്ട് നേരത്തെ എടുത്ത്, വൈകുന്നേരം എടുത്ത്. അത് ചെസ്റ്റ് ഇൻഫെക്ഷൻ, ടോൺസിലൈറ്റീസും ചെസ്റ്റ് ഇൻഫെക്ഷനും, പിന്നെ നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു, ഒരു ബോഡി പെയിൻ, പിന്നെ എന്തായിരുന്നു ബ്ലഡിൽ ബ്ലഡ് ചെറുതായിട്ട് ഇൻഫെക്റ്റഡ് ആയിരുന്നു. പിന്നെ വൈറൽ ഫീവർ ആന്ന് പറഞ്ഞ. രണ്ടു മൂന്ന് ദിവസം ഭയങ്കര ചുമയായിരുന്നു, നിർത്താത്ത ചുമയായിരുന്നു. അതിന് നീ എന്തിനാ മേടിക്കുന്നത്? എനിക്കെന്തെങ്കിലും ആയാല് ഒരു മിനിറ്റ്, ഇതാരാ ശരിക്കും? അച്ചായന്റെ ആരാ? അല്ല, ഇതിലെന്താ പിന്നെ പാറു എന്ന് ചോദിച്ചാൽ പാറു ഫുൾ നെയിം അച്ചായന്റെ ആരെങ്കിലും ആയോണ്ടല്ലേ ഈ ഷോർട്ട് നെയിം എടുത്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നെ ഫുൾ നെയിം അല്ലേ കൊടുക്കുക? ഫുൾ നെയിം അത് ശരിക്കും എന്താ? ഫുൾ പേരെന്താ? പാർവതി ദേവ് മോനാ? ശരി, എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്. എനിക്കൊരു പാർവതീനെ അറിയായിരുന്നു. എന്താ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ആയി. ലേക്ക് ഷോറിലായിരുന്നു. ആസ്റ്റർ എവിടെയാ? ദൂരെ അല്ലേ? നിങ്ങൾ ആസ്റ്ററിലാണോ വർക്ക് ചെയ്യുന്നത്? അടുത്ത പ്രശ്നം നമ്മൾ ആസ്റ്ററിൽ തന്നെ. അല്ല, അത് അങ്ങനല്ല, ഇനി അഥവാ ഇത് വരുവാണെങ്കിൽ ആസ്റ്ററിൽ വരാം. ഓക്കെ, ഇല്ല സോറി, ഞാൻ ആസ്റ്ററിൽ വരാൻ സാധ്യതയില്ല കേട്ടോ. ലേക്ഷോർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട്. ലേക്ഷോർ പെട്ടത് ഭയങ്കര ഫാസ്റ്റ് ഹീലിംഗ്, അവര് ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് നമ്മളെ. അല്ല, നേഴ്സുമാരല്ല, അവിടെ ഒരു ഡോക്ടർ ഇല്ലേ, അർജുൻ വിജയ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഇല്ലേ? അറിയില്ല. ഓക്കെ ഓക്കെ, അവിടെ അടിപൊളിയാ. ഓക്കെ ഓക്കെ, പ്രൊമോഷൻ ആസ്റ്ററിന്റെ. എന്തെടുക്കാൻ? അതിന് നമ്മള് ഷൂട്ട് ചെയ്യലൊന്നുമില്ല, ഇത് സിനിമയാ. ആരാ? ഓക്കെ 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 ഓക്കെ, ശരി എന്നാ കാണാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു. ഞാൻ പാറു നല്ല കണ്ടപ്പോ സിംഗിൾ ആണ്, ഇതെന്താ ഒരു കൊച്ചുണ്ടോ? അച്ചായന് ആരുടെ ഫോണിലെ കോള് വന്നേ? ഞാൻ മറന്നു, അച്ചായന്റെ ഫോണല്ലേ? ഓക്കെ ശരി. അച്ചായന് കുറച്ച് ഫ്രണ്ട്ഷിപ്പ് സർക്കിള് കുറച്ച് മാറ്റണം കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ അറിയാലോ, ഇപ്പൊ ഞാൻ സിംഗിളാണ്. അപ്പൊ എനിക്ക് അച്ചായൻ വേണം. പിന്നെ അതായത് ഞാൻ അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളേ ഉള്ളൂ, എനിക്ക് പറ്റൂല. അല്ല, വേറൊരു കാര്യം പറയാ, റിലേഷൻഷിപ്പിലേക്ക് ഞാനില്ല. ഞാൻ പറഞ്ഞ കമ്പനി അടിക്കാനും മനസ്സിലാ, നമ്മളൊരു ആശ്വാസത്തിനും മൈൻഡ് ഫ്രീ ആക്കാനും വേണ്ടിട്ടുള്ള കാര്യം പറയുന്നത്. റിലേഷന് ഞാനില്ലേ, റിലേഷൻ ഞാൻ നിർത്തി. അവർക്കൊരു ഉപകാരം, നിനക്കൊരു പലഹാരം. അച്ചായ ലൗച്ചിനെ ആക്കിയിട്ടുണ്ടല്ലോ, കാണിച്ചതാ. അച്ചായ ലൗച്ചിനെ കാണിച്ചതാ. അച്ചായനൊരു പ്രാത അയപ്പിച്ച ഇതേപോലെ ഇരിക്കും അച്ചായന് വേണ്ടിട്ട്. അച്ചായന്റെ ലൗച്ചിന ഒരു മാത്രത്തെ വലുതൊക്കെ, ഒരു മാത്രത്തെ വലുത് സെറ്റ് ആക്കിയപ്പോഴത്തേക്കൊന്ന് മാറിപ്പോയതാ.